നമ്മളുടെ വല്യമ്മമാരൊക്കെ വീട്ടിൽ നിന്നല്ലേ പ്രസവിച്ചത്. ഇനി അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസിൽ ഇപ്പം മിഡ്വൈസ് ആണ് പ്രസവം എടുക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾക്കും വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ പോരെ, ആവശ്യമില്ലാതെ മെഡിസിൻ കഴിക്കേണ്ട, വെറുതെ ശരീരം കീറി മുറിക്കുന്ന രീതിയിൽ സിസേറിയനൊന്നും പോവേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യൂറോപ്യൻസ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്നുണ്ടെങ്കിലും അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള മിഡ്വൈഫ്സിൻ്റെ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അവിടെ റെഗുലറായിട്ടുള്ള ചെക്കപ്പും മെഡിസിൻസും എമർജൻസി സപ്പോർട്ടും അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത്. അത് കണ്ടിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ നിന്നാലോ? ഇനി പണ്ട് നമ്മളുടെ വല്യമ്മമാർ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മരണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇന്ന് സിസേറിയൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിന് ഗൈനക്കോളജിസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണല്ലോ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കരുത്, നിങ്ങൾ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യണം, ബോഡി മൂവ് ചെയ്യണം, കറക്റ്റായിട്ട് ഫുഡ് കഴിക്കണം, സപ്ലിമെൻറ്റ്സ് കഴിക്കണം, വേണ്ട രീതിയിൽ ഹെൽത്ത് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് വെറുതെ പറയുന്നതല്ല. നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ സിസ്റ്ററോ ആരെങ്കിലും ഇത്തരത്തിൽ സിസേറിയൻ ഒഴിവാക്കി നോർമൽ ഡെലിവറിക്കായിട്ട് വീട്ടിൽ നിന്ന് പ്രസവിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കുഞ്ഞിൻ്റെയോ അമ്മയുടെയോ ജീവന് ഭീഷണിയായിക്കൊണ്ടാവും പാടില്ല. എന്തെങ്കിലും രീതിയിൽ കുട്ടിക്കോ അമ്മക്കോ ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മളല്ലേ ചിന്തിക്കേണ്ടത്. ഭൂമി ലോകം പോലും കണ്ടിട്ടില്ലാത്ത ആ ഒരു പിഞ്ച് കുഞ്ഞെന്ത് പിഴച്ചു. വെരി ബേസിക് ആയിട്ടുള്ളൊരു നോളേജ് ആയിട്ട് പോലും ഇന്നും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഡോക്ടേഴ്സ് നിങ്ങളെ പ്രയാസപ്പെടുത്താനുള്ളവരല്ല, നിങ്ങളുടെ ജീവനെ നർച്ചർ ചെയ്യാനുള്ളവരാണ്. ഇവർക്കെതിരായിട്ട് പോകുന്നതിന് പകരം മരുന്ന് കഴിക്കരുത്, ഹോസ്പിറ്റലിൽ പോകരുത്, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം അവർ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ജീവിക്കുക. ഞാനൊരു യുനാനി ഡോക്ടറാണ്. യുനാനി ഡോക്ടേഴ്സോ ആയുർവേദ ഡോക്ടേഴ്സോ ഹോമിയോ ഡോക്ടേഴ്സോ ഇനി അതല്ല അലോപ്പതി ഡോക്ടേഴ്സോ ആരും തന്നെ ഇത്തരത്തിലൊരു സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ഡോക്ടേഴ്സും അങ്ങനെ ചെയ്യുകയുമില്ല.